ഏറെ സന്തോഷത്തോടെയാണ് ഇത്തവണ ശബരിമലയിലെത്തിയതെന്ന് സിനിമാ താരം ഗിന്നസ് പക്രു. കൊറോണ സമയത്തിന് ശേഷം ഇപ്പോഴാണ് അയ്യന് മുന്നിലേക്കെത്താൻ സാധിച്ചത്. തിരക്ക് കൂടുതലാണെങ്കിലും ആത്മസംതൃപ്തിയോടെയാണ് ഭക്തർ അയ്യനെ കണ്ടു മടങ്ങുന്നതെന്ന് ഗിന്നസ് പക്രു ജനം ടിവിയോട് പറഞ്ഞു. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമായ മുഖം ഗിന്നസ് പക്രുവേട്ടൻ ശബരിമല സന്നിധാനത്ത് എത്തിയിരിക്കുകയാണ്. സ്വാമി ശരണം. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ശബരിമല? എനിക്ക് തോന്നുന്നൊരു എട്ടിലധികം തവണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് സന്നിധാനത്തിൽ. ഓരോ തവണ സന്നിധാനത്ത് എത്തുമ്പോഴുമുള്ള ഒരു അനുഭവം. ആദ്യമായിട്ട് വന്നത് 5 വയസ്സിലാണ്. അപ്പം അത് ഈ വലിയ ഓർമ്മകളൊന്നുമില്ല, എന്നാൽ പോലും ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ വലിയ മരങ്ങളുടെ വേരിനടിയിലൂടെയൊക്കെ നടന്നതും കാടിനിടയിലൂടെയൊക്കെ ഉള്ള വഴിയും പമ്പയിലെ കുളിയും ഒക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഓരോ തവണ വരുമ്പോഴും ഓരോ അനുഭവമാണ്, പ്രത്യേക ഒരു അനുഭവമാണ്. എൻ്റെ മകളുമായിട്ടൊരു തവണ വന്നിരുന്നു, അതും മറക്കാൻ പറ്റാത്ത ഒരു ദർശനമായിരുന്നു. ഓരോ തവണയും ഈ ദർശനത്തിനെത്തി മടങ്ങുമ്പോൾ അടുത്ത സിനിമയിലേക്കോ അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ അയ്യപ്പൻ എന്നും കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ്. അല്ല, അത് ആദ്യത്തെ വരികിൽ തന്നെ അയ്യപ്പൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അയ്യപ്പൻ എന്ന് പറയുന്നതൊരു വലിയ ചൈതന്യമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അയ്യപ്പനോടൊരു പ്രത്യേക ഒരു എന്താ പറയുക താല്പര്യവും ഓരോ തവണയും മണ്ഡല സമയത്ത് ഇതുപോലെ ന്യൂസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്തൊക്കെ തവണ പോകാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാറൊക്കെയുണ്ട്. അങ്ങനെ പോകാൻ പറ്റാതിരുന്ന സമയം, സന്നിധാനത്ത് എത്താൻ പറ്റാതിരുന്ന സമയം ഏതൊക്കെയായിരുന്നു? അല്ല, അതിപ്പോൾ ഈ ആദ്യം വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മൾ വരാതെ ഓരോ സമയങ്ങളിലും അങ്ങനെ ചിന്തിക്കാറുണ്ട്. പ്രത്യേകിച്ച് ന്യൂസിലുമൊക്കെ മകരവിളക്കൊക്കെ കാണുമ്പോഴുമൊക്കെ. മകരവിളക്കിനൊന്നും വരാൻ പറ്റിയിട്ടില്ല ഇതുവരെ, വലിയ തിരക്കല്ലേ ആ സമയത്ത്, അതുകൊണ്ട് പ്രയാസമുള്ളതുകൊണ്ട് വരാത്തതാണ്. കൊറോണ സമയത്തൊക്കെ വരാൻ പറ്റും. കൊറോണയ്ക്ക് ശേഷം പിന്നെ ഇപ്പോഴാണ് ഞാൻ വരുന്നത്. കൊറോണ ആ ഒരു കാലം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ക്ഷേത്ര ദർശനം തവണയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ തിരക്ക് അല്പം കൂടെ വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ വന്ന സമയത്ത് എന്തെങ്കിലും എന്താ തോന്നിയത്? ഇത്രയധികം ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. തിരക്കുണ്ട്, പക്ഷേ അതൊരു വലിയ ഒരു എന്താ പറയുക, ഇവിടുത്തെ ഇത്തവണത്തെ ഒരു സംവിധാനത്തിലൂടെ എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ടത് നിയന്ത്രിച്ച് എല്ലാവർക്കും തൊഴാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ക്രമീകരണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം തൊഴുതിറങ്ങി പോകുന്നവരെല്ലാം വളരെ സന്തോഷത്തോടെ ഇവിടെയാണ് പോകുന്നത്. അപ്പം ഞാനിങ്ങനെ നടന്നു വരുന്ന സമയത്തൊക്കെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനൊക്കെ വരുമ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയുണ്ട്, നന്നായിട്ട് തൊഴാൻ പറ്റുമോ, നല്ല ദർശനം കിട്ടിയോ എന്നൊക്കെ. അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്തവണത്തെ ക്രമീകരണങ്ങൾ അങ്ങനെ പോകുന്നു. ഇനിയിപ്പോൾ പോകെ തിരക്ക് വർദ്ധിക്കുമ്പോൾ എങ്ങനെയാവും എന്നറിയില്ല, എന്നാൽ പോലും ഇതുവരെ നല്ല രീതിയിൽ തന്നെ. കാരണം ഇന്നലെയൊക്കെ ആണെങ്കിലും വന്നവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട്. ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ എത്തിയത്. ഇന്നലെ വൈകുന്നേരം വന്നു, ഇവിടെ താമസിച്ചു, ഇന്ന് രാവിലെയും തൊഴുതു. എല്ലാവരും വളരെ സംതൃപ്തരായിട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇനി അടുത്ത തവണയും ഉണ്ടാവും ശബരിമലയിൽ. അത് ഇപ്പോൾ പറയാൻ പറ്റില്ല, ആ സമയത്തെ സാഹചര്യം അനുസരിച്ച് സ്വാമി വിളിച്ചാൽ വരും. സ്വാമി തീരുമാനിച്ചാലേ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. പിന്നെ ഇത്തവണ വന്നപ്പോഴൊരു വലിയ സ്വീകരണം, ഒരു വലിയ സ്നേഹമൊക്കെ കിട്ടി. എനിക്ക് തോന്നുന്ന തന്ത്രി, അതുപോലെ മേൽശാന്തി, കീഴ്ശാന്തി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സെക്യൂരിറ്റി, പോലീസ് ഓഫീസേഴ്സ്, എല്ലാ ആൾക്കാരും വളരെ വലിയ ഒരു സ്നേഹം കാണിച്ചു. അപ്പോൾ കീഴ്ശാന്തി കെട്ടിത്തന്ന മണിയും ചരടുമൊക്കെയാണ്. അപ്പോൾ ഒരു പ്രത്യേക സ്നേഹം, അതിന് ഒരുപാട് നന്ദി പറയും. സ്വാമി ഇപ്പോൾ ഏറെ സന്തോഷത്തോടെയാണ് അദ്ദേഹം ഈ സന്നിധാനത്ത് നിൽക്കുന്നത്. എന്തായാലും അദ്ദേഹം അയ്യനെ ദർശിച്ച ശേഷം മടങ്ങുമ്പോൾ ഇനിയും ഇങ്ങോട്ടേക്ക് വരണമേ എന്നുള്ള ഒരു ആഗ്രഹവുമായാണ് പോകുന്നത്. ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എം മനോജ്, ജനം, സന്നിധാനം.